പെരിന്തൽമണ്ണ എടപ്പറ്റ പാതിരിക്കോട് സ്വദേശി മേലേതിൽ റിംഷാനയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പിതാവ് മേലേതിൽ അഷ്റഫ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് കുടുംബം പറഞ്ഞു. നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും. പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം. പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. ഇക്കഴിഞ്ഞ ജനുവരി 5 ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ചെന്ന വിവരമാണ് ആദ്യം അയൽപ്പക്കക്കാർ വഴി ലഭിച്ചത്. 9 വർഷം മുൻപായിരുന്നു മകളുടെ വിവാഹം. വാടക ക്വാർട്ടേഴ്സിലായിരുന്നു ഭർത്താവുമൊത്ത് താമസം. 3 വർഷം മുൻപ് വിവാഹബന്ധം വേർപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. പെരിന്തൽമണ്ണയിലെ വ്യാപാര സ്ഥാപനത്തിൽ ജോലിയെടുത്താണ് ഭർത്താവുമൊത്ത് കഴിഞ്ഞിരുന്നത്. ക്വാർട്ടേഴ്സിൽ താമസമാക്കിയ ശേഷവും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. ആദ്യം മുതൽ ആ കുട്ടിയെ പെറ്റ് വീച്ചിച്ച് അവിടുന്ന് കിട്ടാൻ ആ കുട്ടിയെ പെറ്റ് നീച്ച് അതിനെ പ്രസവത്തിന് ആസ്പത്രിക്ക് കൊണ്ടുപോയി. മൗലാനിയിലേന്ന് അതിന് പ്രസവത്തിന് കൊണ്ടുപോയിട്ട് ഈ പ്രസവ റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പൊ പെറ്റേക്ക് പെൺകുട്ടിയാണ്. ആദ്യത്തവും പെൺകുട്ടി, രണ്ടാമത്തവും പെൺകുട്ടിയായി. അപ്പോൾ ഓലിക്ക് ഇത് പെൺകുട്ടിയാണെന്ന് പറഞ്ഞോടുകൂടെ ഓല് തന്റെയും തള്ളയും മകനും അങ്ങനെ ഇറങ്ങിപ്പോയി. പിന്നെ ഈ കുട്ടിയുടെ 15 പാനത്തിന്റെ പണം ലേബർ റൂമിക്ക് പോകുമ്പോ കഴിച്ച് തള്ളയുടെ കജ്ജിക്കൊട്ടി ഇന്ന് വരെ ഞങ്ങളത് കണ്ടിട്ടില്ല. ആ 15 പവനത്തിന്റെ പണ്ടം ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ആ കുട്ടിക്ക് കണ്ണ് കാണാത്ത പ്രസവത്തില് അതിന് കുറച്ച് ഭാഗ്യത കൊണ്ടാണ് ആ കുട്ടിയുടെ കണ്ണ് കാണാതെ അതിന് ഐസിക്ക് കൊണ്ടുപോയി. പെൺകുട്ടിയാന്ന് പറഞ്ഞേക്ക് ഇവരൊക്കെ ഇട്ടെറിഞ്ഞു പോയി. ഇവര് 4 ആളുണ്ടായിരുന്നു. ഒപ്പം 4 ആൾ ഇട്ടെറിഞ്ഞു പോയി. പിന്നെ ഇതിന് ഐസിക്ക് കൊണ്ടുപോയിട്ട് ഈ കുട്ടിക്ക് തള്ളന്നെ ലേബർ റൂമിൽ കൊണ്ടുവരാൻ ഒഴിവില്ല ഒരിക്കൽ. അപ്പോഴത്തേനും ഓലൊക്കെ ഇട്ടെറിഞ്ഞു പോയി. എന്നിട്ട് കുട്ടിയുടെ ലേബർ റൂമിൽ കൊണ്ടുവന്ന് 3ാമത്തെ 4ാമത്തെ ദിവസം ഇവര് വിളിച്ചു. ഈ കുട്ടിയുടെ പണ്ടം കിട്ടിയ ഞങ്ങൾ പാവങ്ങളാണ്. പണ്ടം കിട്ടിയതെങ്കിൽ ഈ ഐസി റൂമിൽ കിടക്കുന്ന കുട്ടിക്ക് 25,000 ഉറുപ്പിക ദിവസം കെട്ടണം. അതിന് ഞങ്ങളെ കൊണ്ട് വഴിയില്ല. ഞങ്ങൾ കെജിനത്തോളം ഞങ്ങൾ കെട്ടി. ഈ പണ്ടയിൽ ഞങ്ങൾക്ക് തരീന്ന് പറഞ്ഞോല് ഞങ്ങൾക്ക് തന്നില്ല. എന്നിട്ട് ഓല പറഞ്ഞു വെക്കാണ് ഇട്ടിട്ട് ഒരു ഇവിടെ വന്നപ്പോ വാപ്പാനെ പിടിച്ചോലടിച്ചു. ഓനടിച്ചത് അൻസനും ഓനും കൂടി വന്നിട്ട് എന്തടാജ് പറഞ്ഞു എന്ന് വെച്ചിട്ട് വാപ്പാനെ പിടിച്ചടിച്ചു. എന്നിട്ട് അതൊക്കെ മധ്യസ്ഥ പറഞ്ഞ് ഞങ്ങള് പിന്നെയൊക്കെ ഒരു 3-4 ആള് പറഞ്ഞ് ഈ കുട്ടിനെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒരു മധ്യസ്ഥ പറഞ്ഞു ഈ കുട്ടിനെട്ട് ഒരു പോയി. മധ്യസ്ഥ പെറ്റിട്ട് ഒരു സാധനം ഒരു കൊറന്നിട്ടിട്ടില്ല. ആ കുട്ടിനെ ഒരു നേരെ കണ്ടിട്ട് പോലും ഇല്ല. എന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒരു പോലീസുകാരൻ്റെ ഓലിയില് പിന്നെ ഓലൊരു 2 എളാപ്പാരും മൂത്താപ്പാരൊക്കെ വന്ന് മധ്യസ്ഥ പറഞ്ഞു ഞങ്ങളോട്. മധ്യസ്ഥ പറഞ്ഞിട്ട് ആ കുട്ടിനായിട്ട് പോയി ഇനി ഒരു കച്ചറ ഉണ്ടാവൂല എന്ന് പറഞ്ഞു. ഒരു കച്ചറ ഇനി കുട്ടികളായിട്ട് ഉണ്ടാവില്ല. പിന്നെ ഓനിപ്പൊ ഈ ഒരു വൈകുന്നേരമായ കള്ളു കുടിച്ചു വരും. എന്റെ കുട്ടി പണിക്ക് പോയിട്ട് ഈ 4 എണ്ണത്തിന് ഓനി വരുത്തണത് നിങ്ങൾ കേക്കണം. എന്റെ കുട്ടി പണിക്ക് പോയിട്ട് ഈ 4 എണ്ണത്തിന് ഓനി ഈ 2 കുട്ടികൾ ഇത്തര പോകുന്നൊരു 25 വയസ്സായിട്ടുള്ളൂ ഓൾക്ക്. 18 വയസ്സാവുന്നവരെ നോക്കി വളർത്തിണ്ടാക്കിയ തള്ളേന്ന് ഞാൻ 25 പണത്തിന്റെ പണ്ടം ഞാൻ കൊടുത്തിട്ടേ ഇതൊക്കെ കണ്ണ് കാണാത്തൊരു മനുഷ്യനാണ്. കരിങ്കല്ലുമ്പോ മേടിയിട്ടാണ് കൊടുത്തിക്കുന്നത് 25 പണത്തിന്റെ പണ്ടം. ഇനി അങ്ങനെ കൊടുത്ത് കെട്ടിച്ച കുട്ടിനെ ഓന് ഈ കാട്ടിക്കൂട്ടി തീർത്തത്. ഈ കുട്ടി ക്രിസ്മസ് 26 വരെയിലുണ്ടായിരുന്നു. 26, 27, 28 പിന്നെ 1-ാം തീയതിയാണ് ഈ കുട്ടി ഇന്ത്യ അടുത്തുനിന്ന് പോയത്. പോകുമ്പോ എന്നോട് പറഞ്ഞു, ഉമ്മ കാക്കുഞ്ഞെ കൊല്ലോന്നില്ല പേടി ഉണ്ടിട്ടില്ലെന്ന് എന്നോട് പറഞ്ഞു. ഈ കുട്ടി കാക്കുഞ്ഞെ കൊല്ലോന്നില്ലൊരു പേടി ഇച്ചുണ്ട് ഉമ്മ, എന്താന്ന് ഇച്ചറിയില്ലമ്മ. ഓനിനെ ഞാൻ പറഞ്ഞേക്കണു ഓനോട് ഇജ്ജ് പണിക്ക് പോണില്ല, ഇച്ചോനെ വേണ്ടാന്ന്. ഓന് നേരെ മദ്രസിലെ ഓട്ടം കഴിഞ്ഞ് ഓന് 6 മണിക്കൊരു ടിപ്പുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് കിടക്കും. ഈ കുട്ടി പോകുമ്പോഴത്തേന് ചോറും കൂട്ടാനും ഓനക്ക് ഒരുക്കി വെക്കണം. ഇത് കൊടന്നിട്ട് വേണം ഓന് ഒരുക്കി വെക്കാൻ. അത് ഓൻ തിന്ന് മരന്ന് കിടക്കുവാന്. എന്നിട്ട് ഓൻ ഓള് വരുന്ന 6 മണിക്ക് തന്നെ ഓൻ വരുമ്പോഴത്തേന് 6 മണിക്ക് വരുമ്പോഴത്തേന് കടയിൽ നിന്ന് 6 മണിക്ക് വരുമ്പോഴത്തേന് ഓൻ പോകും. പോയിട്ട് ഓൻ വരവിന് 10 മണിക്ക് കുടിച്ച് കൂട്ടാരി കൊണ്ടാ വരിക. എന്നിട്ട് ഈ കുട്ടിനെ നല്ലോണം മർദ്ദിച്ചും ഈ കുഞ്ഞി പൈതലിനെ നല്ലോണം മർദ്ദിച്ചു. എന്റെ കുട്ടിയെ ചെയ്യാണ് ഒരു തടിയില്ലാത്തൊരു കുട്ടിയാണ് എന്റെ കുട്ടി. ഇത് അധ്വാനിച്ച് കൊടുന്ന് തിന്നാൻ കൊടുത്തിട്ട് എന്നിട്ട് എന്റെ കുട്ടിനെ ഓൻ കള്ളു കുടിച്ചു വന്ന് നല്ലോണം ദ്രോഹിച്ചു ഓന്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഓൻ ഇനി ആയിക്കോട്ടെ ഞാൻ ഇനി 30-ാം തീയതി കഴിഞ്ഞാൽ ഈ ജനുവരി 30-ാം തീയതി കഴിഞ്ഞാൽ ഞാൻ പോരുകയാണ് അവിടുന്ന്. ഞാൻ ഈ കുട്ടികളായിട്ട് പോരുകയാണ്. കുട്ടികളെ പരീക്ഷ സ്കൂളും മുടക്കണ്ട. അത് കണ്ടിട്ടാണ് ഞാൻ ഈ വേദന സഹിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പോരുകയാണ് ഉമ്മ എന്ന് പറഞ്ഞു ഓനിനോട്.
ഓളിന്നോട്. അപ്പൊ ആയിക്കോട്ടെ ഉമ്മാടെ കുട്ടി എന്നാ പോന്നാളാ, ഈ തല്ലും കുത്തിച്ച് കണ്ട് നിൽക്കണ്ട, ഞാൻ ഓളോട് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതിന്റെ 30-ാം തീയതി അഞ്ചാമത്തെ ദിവസം 5-ാം തീയതി ജനുവരി 5-ാം തീയതി ഇന്റെ കുട്ടി മരിച്ചു എന്ന് എന്നോട് പറഞ്ഞില്ല അയൽവാസികള്. സൂറത്താത്ത ഞങ്ങള് മണ്ടി വരീന്ന്, എന്താ റിൻസുവിന് പറ്റിക്കണോ നിങ്ങൾ മണ്ടി വരി. ഞാൻ മൗലാനി ചെന്ന് കണ്ടപ്പോ, ഞാൻ എന്റെ കുട്ടിനെ കണ്ടപ്പോ മുടിയും തലയൊക്കെ ഇങ്ങനെ വെതറി, രാവിലൊക്കെ എത്തിച്ചല്ലേ, മുടിയും തലയൊക്കെ വെതറിയിട്ട്, പിന്നെ ഇവിടെ അടിച്ചിട്ട് നീല കളർ, ഇവിടെ അടിച്ചിട്ട് നീല കളർ, ഇവിടെ അടിച്ചിട്ട് ഇവിടെ ഒരു പൊട്ട്, ഇതാ ഇവിടെ ഒരു പൊട്ട്. അപ്പൊ ഇത് ഫോണിൽ ഇതിൽ കാണിങ്ങള്. പിന്നെ കയറ് ഇവിടെ കിടക്കുന്നത്, തൂങ്ങിയ കയറ് എല്ലാവരും കിടക്കുന്നത് ഇവിടെ ഞാൻ കണ്ടുകൊണ്ട് തൂങ്ങിയാല്, ഇവിടെ ആ കുട്ടിയുടെ കയറ് കിടക്കുന്നത്. അപ്പൊ ഓൻ എന്താ ഇന്റെ കുട്ടിനെ കാട്ടിക്കണോന്ന് ഇല്ലത് ഇച്ചറിയണം. എന്റെ കുട്ടിനെ എന്താ വെച്ചാൽ നീതി ഇതിനെ കിട്ടണം, എന്റെ കുട്ടിനെ എന്താ കാട്ടിക്കണോന്ന് വെച്ചത് അറിയണം. ഞാൻ 18 വയസ്സായി വളർത്തിയുണ്ടാക്കിയ മകളാണ്. ഈ 10-25 മാനത്തിന്റെ പണ്ടം കൊടുത്ത് കെട്ടിച്ചതാണ്. എന്നിട്ട് ആ 1-ാം തീയതി പോകുമ്പോ വെക്കാൻ അരിയില്ല അമ്മ എന്ന് പറഞ്ഞു എന്നോട്. മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേന് സാധനം ഉണ്ടാവും. 7ഉം 5ഉം വയസ്സുള്ള 2 പെൺകുട്ടികളാണ് ഇവർക്കുള്ളത്. വലിയ തോതിൽ ശാരീരിക പീഡനങ്ങൾ നടന്നിരുന്നുവെന്ന് മകൾ സ്ഥിരമായി വീട്ടിൽ അറിയിച്ചിരുന്നതായും കുടുംബം പറയുന്നു. സംഭവത്തിൽ പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മകളുടേത് സ്വാഭാവിക മരണമല്ലെന്നും നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ഞാനന്ന് മൗലാനിയില് ഞാനിപ്പോ ഇങ്ങനെ ഓളെ ഹോസ്പിറ്റലിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിളിച്ചിരുന്നു. അപ്പൊ വിളിച്ചപ്പോ ഞാൻ ചെന്ന് നോക്കി. ചെന്നപ്പോ കണ്ടത് ഇങ്ങനെ മറ്റേ ഇതായിട്ട് കണ്ടത് അവിടെ. അതിന് ശേഷം ഞാനിത് എന്താ സംഭവം എന്നില്ല അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയി നോക്കി. ഈ കോട്ടേഴ്സ് പോയി സന്ദർശിച്ചപ്പോ ഈ കട്ടിലിന്റെ മുകളിൽ നിന്ന് ഒരു ജനലുണ്ട്, കട്ടിലിന്റെ മുന്നിൽ നിൽക്കുന്നവിടെ തന്നെ ഒരു ജനലുണ്ട്. ആ ജനലിന്റെ സെന്ററിലാണ് അവള് ആത്മഹത്യ ചെയ്തിരിക്കണെന്ന് പറയുന്നത്. ആ ആത്മഹത്യ ചെയ്തിരിക്കണമെന്ന് പറയാന് ഈ കട്ടിൽമെന്ന് തൂങ്ങിയാൽ തന്നെ, ഒരു ഷാൾ ഇട്ട് തൂങ്ങിയാൽ തന്നെ, കട്ടിൽമ നിന്നാൽ തന്നെ ഇന്റെ എത്ര ആയിട്ടുള്ളൂ ജനല്. അപ്പൊ ഓള് ഇന്റെ എത്ര ഏകദേശം ഇന്റെ എത്ര ആയിട്ടുണ്ട്. അതിലൊരു കമ്പിമ നിന്നോള് താഴത്തേക്ക് പോകാന് ഈ കട്ടിലുള്ളത് കൊണ്ട് താഴത്തേക്ക് പോകൂല. അത്രയും ഇതിൽ നിന്ന ഒരാള് അതിമൊരു കർട്ടൻ പോലും ഉണ്ട്. ആ കർട്ടൻ പോലും ഒരു സംഭവം ഒരു നീങ്ങിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടോ ഇവരാളെ ആത്മഹത്യ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ കർട്ടനേലും പിടിച്ച് വലിച്ചു. ഇത് അതുപോലും ഉണ്ടായിട്ടില്ല. അത്രയും ഇതായിട്ട് ഞങ്ങൾ എന്നിട്ട് ചോദിച്ചു പോലീസുമാരോട് ഇതെന്താണ് ഇങ്ങനെ എന്നുള്ളത്. അപ്പോൾ ഓല് പറയണത് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നടക്കട്ടെ എന്നിട്ട് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഓല് പറയണത് ആത്മഹത്യ ആണെന്നാണ്. ആത്മഹത്യ ആണെന്ന് നമുക്ക് പറയാൻ അത് അങ്ങനെ ആണെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒന്നാമതാണ് വെച്ചാല് ആ ഒരു കർട്ടൻ പോലും നീങ്ങാതെ എങ്ങനെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത്, ഒന്നും ആത്മഹത്യ ചെയ്യുമ്പോ ഉഗ്ഗുമ്പോഴേലും പിടിച്ചും ആ കർട്ടത്തുമ്മേ. ആ കർട്ടൻ ഇങ്ങനെ വളഞ്ഞിട്ടാ കിടക്കണത്. എന്നിട്ട് അതൊന്ന് മടക്കിട്ടിക്കണു. ആ മടക്കിട്ടത് പോലും നീങ്ങിയിട്ടില്ല. എന്നിട്ട് ഞങ്ങള് അത്രയും ഇതിൽ ചോദിച്ചിട്ടും കൂടി പോലെ അത് ഇങ്ങനെ ആത്മഹത്യയാണെന്ന് പറയാൻ എന്താ കാരണം നമുക്കറിയില്ല. പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായത്തില്. എന്താ വെച്ചാല് ഓലിത് തുടക്കത്തില് ആത്മഹത്യ എന്നാ ഓല് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നടക്കുന്നതിന് മുന്നേ തന്നെ ആത്മഹത്യ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാ നടക്കുക? അത് നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഓല് പറയണത് ആത്മഹത്യ എന്നാണ്. നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി കിട്ടിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ മുന്നേ ഓല് പറയൽ തുടങ്ങിയിരുന്നു ആത്മഹത്യ ആയിരിക്കും, ആത്മഹത്യയാണ്. മറ്റേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുക ഡോക്ടർമാര് ഓലെ നിഗമനം വെച്ച് പറയുന്നത് ആത്മഹത്യ ആണ് എന്നാ ഓല് പറയണതെന്നാണ്. അപ്പൊ അത്രയും ഓല് അങ്ങനെ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അത്രയും കളികൾ കളിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നമുക്കിതിലൊരു നീതി കിട്ടണം. അത് എന്ത് വന്നിട്ടായാലും വേണ്ടില്ല, നമുക്കൊരു നീതി കിട്ടണം. പിതാവ് അഷറഫ്, മാതാവ് സുഹറ, സഹോദരൻ റിയാസ് എന്നിവർ മലപ്പുറത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ. പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും GSTയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.